ഹായ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചു. രാവിലെ എഴുന്നേറ്റത് ഒരു 6:30 അത് കഴിഞ്ഞ് ഞാൻ ഡാമിക്കുട്ടനെ ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ രാവിലെയും ചോക്ലേറ്റ് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ 2 ഉണ്ടാക്കി. ഒരെണ്ണം അവന് അപ്പം കഴിക്കാനും പിന്നെ ഉച്ചക്കത്തേക്കും വേണ്ടി ചോക്ലേറ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡാമിക്കുട്ടനെ വിളിക്കാൻ പോയി. അവൻ നല്ല ഉറക്കമായിരുന്നു. എഴുന്നേൽപ്പിക്കണമെങ്കിൽ നല്ല പാടാണ്. അവസാനം കുത്തി പൊക്കി. ഡേവിഡൂട്ടനും അനിയനും ചേട്ടനും നല്ല ഉറക്കമായിരുന്നു. ചേട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കാൻ കയറ്റിയിട്ട് ഞാൻ പോയി നാളത്തേക്കുള്ള ദോശയ്ക്ക് പച്ചരി ഉഴുന്ന് കൂടി വെള്ളത്തിലിട്ടു. ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തു. എന്നിട്ട് അത് വെള്ളത്തിലേക്കിട്ടു. അതൊക്കെ വെച്ച് രാവിലെ ഇട്ടാൽ വൈകിട്ടത്തെ അരച്ച് വെക്കാൻ നാളെ രാവിലത്തേക്കുള്ള ദോശ റെഡിയാവും. നാളെ ഞാൻ അവനപ്പം നാളത്തേക്ക് ദോശയും സാമ്പാറും മതി എന്ന് പറഞ്ഞു. രാത്രി ഞാനൊരു 9-9:30 അരി അലക്കി അരിയും ദോശയ്ക്ക് വേണ്ടി അരച്ചു വെച്ചു. അരച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ചോറ് കൊടുത്തത്. ചോറിന് മുട്ട താളിച്ചു. അവർക്ക് മുട്ട ഇഷ്ടമാണ്. അപ്പം മീൻകറി ഉണ്ടായിരുന്നു, മീൻ കൊടുത്തില്ല. മുട്ട താളിച്ചതും ചോറുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പം ടിൻചേട്ടൻ പറഞ്ഞു കങ്കുവാന്നോ പറഞ്ഞൊരു മൂവി വന്നിട്ടുണ്ട് പ്രൈമിൽ. അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് കണ്ടു. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് മൂവീസൊന്നും ഇഷ്ടമല്ല. ഡാമിക്കുട്ടനും ഡേവിഡൂട്ടനും അമ്മാതിരി സിനിമകളാണ് ഇഷ്ടം. കുറച്ച് നേരം അതൊക്കെ കണ്ട് അന്നത്തെ ദിവസം കഴിച്ചു.